Hi, hello, my dear students, my dear children. We are starting our third term portions. First of all, we are starting Social Science 2, Geography, Chapter 6, Price and Market, Part 1. This is the Part 1 class of our chapter Price and Market. പ്രിയപ്പെട്ട 9ാം ക്ലാസ്സിലെ കുട്ടികളെ, നമ്മുടെ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനൽ 8, 9, 10 ക്ലാസ്സുകളിൽ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ഓൺലൈൻ നിങ്ങൾക്കുള്ള ഒരു സപ്പോർട്ട് ചാനലാണ്. നിങ്ങളെ ഓൺലൈനിൽ ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ പഠനത്തെ മെച്ചപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ തേർഡ് ടൈമിലേക്കുള്ള എല്ലാ പോർഷൻസും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. തേർഡ് ടൈം നമ്മുടെ സോഷ്യൽ സയൻസ് 2, അതായത് നമ്മുടെ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് തേർഡ് ടൈമിൽ പഠിക്കാനുള്ളത്, ചാപ്റ്റർ 6 ആൻഡ് ചാപ്റ്റർ 8. അപ്പോൾ ഇത് ചാപ്റ്റർ 6 ആണ്, പ്രൈസ് ആൻഡ് മാർക്കറ്റ്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രൈസ് ആൻഡ് മാർക്കറ്റ് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട എക്കണോമിക്സിൻ്റെ ഒരു ചാപ്റ്ററാണ്. ഇപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന ചില പിക്ചേഴ്സാണ് ടീച്ചർ ഇവിടെ തന്നിരിക്കുന്നത്. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര് നിങ്ങളൊന്ന് പരിചയപ്പെട്ടേ. ഈ പേജിൽ നമ്മൾ പഠിക്കുന്ന, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് മാർക്കറ്റിനെ പറ്റിയാണ്. മാർക്കറ്റും പ്രൈസും അത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് മാർക്കറ്റ്? മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ പ്രൈസ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും പ്രൈസ് അത് എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുക, അതെങ്ങനെയാണ് നിലവിൽ വരിക? അപ്പോൾ പ്രൈസ് ആൻഡ് മാർക്കറ്റിനെ പറ്റി നമുക്ക് നന്നായിട്ട് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ മറ്റ് 2 കാര്യങ്ങൾ പഠിക്കണം. എന്താണ്? പ്രൈസും മാർക്കറ്റും ഒക്കെ വരണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ്? പ്രൊഡക്ഷൻ. അപ്പോൾ ഇക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രൊഡക്ഷൻ. നമുക്കറിയാം ഇക്കണോമിക്സ് തന്നെ എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ. ഈ 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ അത് ഒരുമിക്കുമ്പോഴാണ് ഒരു ഇക്കോണമി, ഒരു എക്കണോമിക് സിസ്റ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ഇക്കണോമിക് സിസ്റ്റത്തിൻ്റെ 3 പ്രധാനപ്പെട്ട പില്ലേഴ്സ് എന്ന് നമുക്ക് പറയാവുന്നതാണ് പ്രൊഡക്ഷനും, ഡിസ്ട്രിബ്യൂഷനും, കൺസംഷനും. അപ്പോൾ പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്നുള്ള ആ ഒരു സ്റ്റഡിയിലേക്ക്, ആ ഒരു പഠനത്തിലേക്ക് നമുക്ക് വരണമെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് പ്രൊഡക്ഷനെ പറ്റിയാണ്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് എന്തിനെ പറ്റിയാണ്? കൺസംഷനെ പറ്റിയാണ്. അപ്പോൾ പ്രൊഡക്ഷനും കൺസംഷനും പഠിച്ചതിന് ശേഷമേ നമ്മൾ എവിടേക്ക് വരികയുള്ളൂ? പ്രൈസിലേക്കും മാർക്കറ്റിലേക്കും വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പിക്ചേഴ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നിങ്ങൾക്ക് ഒരു 7 പിക്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതെല്ലാം തന്നെ നമ്മുടെ നീഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹ്യൂമൻ ബീങ്സ്, ദേ ഹാവ് എ ലോട്ട് ഓഫ് നീഡ്സ്. സം ഓഫ് ദം ആർ എസെൻഷ്യൽ നീഡ്സ് ആൻഡ് സം അതേഴ്സ് ആർ വാണ്ട്സ്. ഇപ്പം ഇവിടെ കാണുന്ന ഒരു ഹൗസ് നിങ്ങളവിടെ കാണുന്നുണ്ട്. ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ നീഡ്. എസെൻഷ്യൽ നീഡ്. ഇവിടെ നിങ്ങളൊരു ക്ലോത്ത് കാണുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ആൻ എസെൻഷ്യൽ നീഡ്. ദെൻ യു ക്യാൻ സീ ഫുഡ്, അല്ലേ? ഒരു പ്ലേറ്റിനകത്ത് ഫുഡ് ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ആൻ എസെൻഷ്യൽ നീഡ്. ഇവിടെ നമ്മൾ കമ്പ്യൂട്ടർ കാണുന്നുണ്ട്, ലാപ്ടോപ്പ് കാണുന്നുണ്ട്, റേഡിയോ കാണുന്നുണ്ട്, ഒരു കാർ കാണുന്നുണ്ട്, ഒരു വെഹിക്കിൾ കാണുന്നുണ്ട്. ദേ ആർ ഓൺലി വാണ്ട്സ്. അപ്പം നമുക്ക് 1000 and lakhs ഓഫ് നീഡ്സ് ഉണ്ട്, അല്ലേ? ഓരോ മനുഷ്യനും ലാക്സ് ഓഫ് നീഡ്സ് ഉണ്ട്. നമ്മുടെ നീഡ്സൊക്കെ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതാൻ പറഞ്ഞാൽ പല നോട്ട് ബുക്കുകൾ നമ്മൾ എഴുതേണ്ടി വരും, അല്ലേ? ഒരുപാട് നീഡ്സ് നമുക്കുണ്ട്, നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. എന്നാൽ അതിലെല്ലാം തന്നെ നമുക്ക് എസെൻഷ്യൽ അല്ല. അപ്പം നമുക്ക് അതില്ലാതെ, ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാതെ നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകില്ല എന്നുള്ള ചില നീഡ്സ് ഉണ്ട്. അതാണ് നമ്മുടെ എസെൻഷ്യൽ നീഡ്സ്, അല്ലേ? സം നീഡ്സ് ആർ ബേസിക് നീഡ്സ്, അങ്ങനെ നമുക്ക് പറയാം, ബേസിക് നീഡ്സ്. സം അതേഴ്സ് ആർ ഓൺലി വാണ്ട്സ്. അപ്പോൾ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്
വേണ്ടേ എന്ന് ചോദിച്ചാൽ വേണം. വാൺസ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി സെക്യൂർ ആകും, നമ്മുടെ ലൈഫ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആകും. ഓക്കെ, അപ്പം വാൺസും നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സ്ഥിതി അനുസരിച്ച് നമുക്ക് വാൺസും സാറ്റിസ്ഫൈ ചെയ്യാം. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ബേസിക് നീഡ്സ്. അപ്പം നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ നീഡ്സ് ആൻഡ് വാൺസ്? ഗീവ് എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നീഡ്സ് ആൻഡ് വാൺസ്. ഇപ്പോൾ രണ്ട് വേർഡ്സ് ഓർക്കുക, നീഡ്സ് ആൻഡ് വാൺസ്. നീഡ്സ് ആർ ദോസ് തിങ്സ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ഹ്യൂമൻ ലൈഫ്. നമ്മുടെ ഹ്യൂമൻ ലൈഫിന് എസെൻഷ്യൽ ആയിട്ടുള്ള തിങ്സ്, ദോസ് തിങ്സ്, അത് ഗുഡ്സ് ആകാം, സർവീസസ് ആകാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? They are our needs which are essential for human life. Example, air, water, food, cloth, shelter. അപ്പോൾ ഇതെല്ലാം ബേസിക് നീഡ്സ് ആണ്. They are essential for human life. So they are needs. ഇപ്പോൾ എയറും വാട്ടറും ഫുഡും ക്ലോത്തും ഷെൽട്ടറും ഒക്കെ നമുക്ക് എത്രമാത്രം വേണ്ടതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വിശദീകരിക്കാതെ തന്നെ അറിയാം. അപ്പോൾ അതെല്ലാം നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലേ? എസെൻഷ്യലാണ്. ദെൻ വാൺസ് എന്താണെന്ന് നോക്കിയേ. ദ നീഡ്സ് വിച്ച് ഹെൽപ്പ് ഇൻ അച്ചീവിങ് ലൈഫ് ആസ്പിറേഷൻസ് ബട്ട് നോട്ട് എസെൻഷ്യൽ ടു അവർ സർവൈവൽ ആർ ജനറലി കൺസിഡർഡ് ആർ വാൺസ്. സോ ദ നീഡ്സ് വിച്ച് ഹെൽപ്പ് ഇൻ അച്ചീവിങ് ലൈഫ് ആസ്പിറേഷൻസ്. ഇൻ ലൈഫ് വി ഹാവ് സോ മെനി ആസ്പിറേഷൻസ്. നമുക്ക് ഒരുപാട് ആസ്പിറേഷൻസ് ഉണ്ട്, അല്ലേ? ഒരു വാഹനം മേടിക്കണം, ഒരു ലാപ്ടോപ്പ് സ്വന്തമായിട്ട് വാങ്ങണം, ഒരു ക്യാമറ സ്വന്തമായിട്ട് വാങ്ങണം, ഒരു ബൈക്ക് സ്വന്തമായിട്ട് വാങ്ങണം. ഓക്കെ, നമുക്ക് കുറേ ആസ്പിറേഷൻസ് ഉണ്ട്. സോ ദ നീഡ്സ് വിച്ച് ഹെൽപ്പ് ഇൻ അച്ചീവിങ് അവർ ലൈഫ് ആസ്പിറേഷൻസ് ബട്ട് നോട്ട് എസെൻഷ്യൽ ടു അവർ സർവൈവൽ. നമ്മുടെ നിലനിൽപ്പിന് അതത്ര അത്യാവശ്യമൊന്നുമല്ല. ഒരു ലാപ്ടോപ്പ് ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം, ഒരു മൊബൈൽ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം, ഒരു കാറില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ജീവിച്ചു പോകാം, അല്ലേ? അപ്പോൾ അത് ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ അവർ സർവൈവൽ ആർ ജനറലി കൺസിഡർഡ് ആസ് വാൺസ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായല്ലോ. എന്താണ് നീഡ്, എന്താണ് വാണ്ട്? നീഡ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യലാണ്, ബട്ട് വാൺസ് ആർ നോട്ട് എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് അവർ ലൈഫ്, ബട്ട് ദേ ഹെൽപ്പ് ആസ് ഇൻ അച്ചീവിങ് അവർ അസ്പിറേഷൻസ്. വാൺസിന് എക്സാമ്പിൾ നോക്കിക്കേ. വെഹിക്കിൾസ്, ലാപ്ടോപ്പ്, റേഡിയോ, ഓർണമെൻറ്റ്സ്, മൊബൈൽ ഫോൺ, അല്ലേ? ഓർണമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നല്ല കാര്യം, നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സുന്ദരിയായിട്ട് നടക്കാം, അല്ലെ സുന്ദരനായിട്ട് നടക്കാം. പക്ഷെ ഓർണമെൻറ്റ്സ് ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാമല്ലോ. ഓർണമെൻറ്റ്സ് ആർ നോട്ട് നീഡ്സ്, ദേ ആർ ഓൺലി വാൺസ്. ഓക്കെ, ദെൻ നമ്മളിനിയും നമ്മുടെ മാർക്കറ്റിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് മനസ്സിലാക്കണം? പ്രൊഡക്ഷൻ മനസ്സിലാക്കണം. പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളുണ്ടെങ്കിലേ മാർക്കറ്റ് ഉള്ളൂ, അല്ലേ? മാർക്കറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുറച്ച് കെട്ടിടം പണിതിട്ടോ കുറച്ച് സ്പേസ് ഇട്ടിട്ടോ കാര്യമില്ല. അവിടെ പ്രോഡക്റ്റ് വരണം. പ്രോഡക്റ്റ് വന്നാൽ മാത്രമേ അവിടെ എന്ത് നടക്കത്തുള്ളൂ? ബൈയിങ് ആൻഡ് സെല്ലിങ്, ട്രാൻസാക്ഷൻ നടക്കത്തുള്ളൂ. ഈ പ്രോഡക്റ്റ് വരണമെങ്കിൽ ആദ്യം എന്ത് പ്രോസസ്സ് നടക്കണം? പ്രൊഡക്ഷൻ. അപ്പം നമ്മൾ ആദ്യം മാർക്കറ്റിലേക്കല്ല പോകുന്നത്, പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾക്ക് ഒരു ഫാക്ടറിയിലേക്ക് പോകാം. നമുക്ക് പ്രൊഡക്ഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം, എന്നിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് പോകാം. ഓക്കെ, what is production? Factors which are used in the production process are called the inputs. Goods produced by using these inputs are called outputs. The process of converting input into output is called a production. ഒറ്റ സെൻറ്റൻസേ നമുക്ക് എഴുതിയാൽ മതിയെങ്കിൽ, ഒരു മാർക്കേ ഉള്ളൂ, ഒരു സെൻറ്റൻസ് മതി എങ്കിൽ നമ്മുടെ ഈ ലാസ്റ്റ് സെൻറ്റൻസ് മാത്രം എഴുതിയാലും പ്രൊഡക്ഷനായി. എന്താണ് പ്രൊഡക്ഷൻ? The process of converting input into output is called production. ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സാണ് പ്രൊഡക്ഷൻ. വെരി ക്ലിയർ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും, വാട്ട് ഈസ് ഇൻപുട്ട്, വാട്ട് ഈസ് ഔട്ട്പുട്ട്? അതുകൊണ്ടാണ് ടീച്ചർ ആദ്യം തന്നെ ഇത് രണ്ടും എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഫാക്ടേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ് ആർ കോൾഡ് ഇൻപുട്സ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണോ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഔട്ട്പുട്ട്? ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് ദീസ് ഇൻപുട്സ് ആർ കോൾഡ് ഔട്ട്പുട്സ്. അപ്പോൾ ഈ ഇൻപുട്ട് ഉപയോഗിക്കുമ്പോൾ എന്ത് ഗുഡ്സ് ആണോ പുറത്ത് വരുന്നത്,
എന്ത് ഗുഡ്സാണോ പ്രൊഡ്യൂസ്ഡ് ആകുന്നത് അതാണ് ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ആ പ്രോസസ്സാണ് എന്ത് പ്രൊഡക്ഷൻ. സോ വാട്ട് ഈസ് പ്രൊഡക്ഷൻ? ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്താണ്? ഫാക്ടേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ആർ കോൾഡ് ഇൻപുട്ട് ആൻഡ് goods produced by using these inputs are called outputs, and the process of converting input into output is called production. Okay, very clear. അപ്പോൾ ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്നതാണ് പ്രൊഡക്ഷൻ. കംപ്ലീറ്റ് ദ വേർഡ് സൺ ബൈ ഇൻക്ലൂഡിങ് മോർ ഇൻപുട്സ്. അപ്പം നമുക്ക് ഇൻപുട്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. നമുക്കൊരു വേർഡ് സണ്ണ് കംപ്ലീറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന ടെക്സ്റ്റിലെ ആ ഒരു എക്സസൈസാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഇൻപുട്ട് വേണം അല്ലേ? ഇൻപുട്ട് വേണം. ഈ ഇൻപുട്ട് എന്തൊക്കെയാണ്? മെഷീൻ, ഫ്യൂവൽ, ലേബർ, ക്യാപിറ്റൽ, ലാൻഡ്, ഓർഗനൈസേഷൻ, റോ മെറ്റീരിയൽ, ബിൽഡിങ്സ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇൻപുട്ടിനകത്ത് വരും. ഇതെല്ലാം ഉണ്ടെങ്കിലേ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. മെഷീൻ വേണം, വെരി ക്ലിയർ. ഫ്യൂവൽസ് വേണം അല്ലേ? ഇലക്ട്രിസിറ്റി ആകാം, കോളാകാം, ഏത് ഫ്യൂവൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. മെഷീൻ, ഫ്യൂവൽ. ദെൻ ലേബറേഴ്സ്. വിതൗട്ട് ലേബറേഴ്സ് ഹൗ ക്യാൻ വി കൺവേർട്ട് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട് അല്ലേ? ഇൻപുട്ടുകളെല്ലാം കൂട്ടി വെച്ചിട്ട് കാര്യമുണ്ടോ? അവിടെ ആ ഇൻപുട്ടിനകത്തൊരു ലേബർ എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും വേണം, ലേബർ. ദെൻ ക്യാപിറ്റൽ. ക്യാപിറ്റൽ മണി ക്യാപിറ്റൽ ആകാം, മെറ്റീരിയൽ ക്യാപിറ്റൽ ആകാം. ഓക്കെ, ക്യാപിറ്റൽ. ദെൻ ലാൻഡ്. നമുക്കറിയാം ഇൻപുട്ടിനകത്ത് ലാൻഡ് മസ്റ്റാണ് അല്ലേ? ഈ ബിൽഡിങ് വേണമെങ്കിലും മെഷീൻ വേണമെങ്കിലും ലേബർ ആണെങ്കിലും അവർക്ക് നിൽക്കാനൊരു സ്ഥലം വേണ്ടേ? ലാൻഡ്. ദെൻ ഓർഗനൈസേഷൻ. ഇതെല്ലാം കൂടി ഓർഗനൈസ് ചെയ്യാൻ ഒരു ഓർഗനൈസർ അല്ലെങ്കിൽ എൻട്രപ്രനർ വേണം. അപ്പോൾ ഓർഗനൈസേഷൻ വേണം. മാനേജർന്നോ ഒക്കെ നമ്മൾ അവരെ പറയും, ഓർഗനൈസേഷൻ. ദെൻ വിതൗട്ട് റോ മെറ്റീരിയൽ. എങ്ങനെയാണ് ഗുഡ്സ് ഔട്ട്പുട്ട് ഉണ്ടാവുക? അപ്പോൾ റോ മെറ്റീരിയൽ വേണം അല്ലേ? നോട്ട് ബുക്കാണ് നമ്മുടെ ഔട്ട്പുട്ടെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽ എന്തൊക്കെയാണെന്ന് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ബാമ്പു അല്ലെങ്കിൽ അതുപോലുള്ള തടികളൊക്കെ വേണം അല്ലേ? അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പേപ്പറാണ് പിന്നെ ബുക്കായിട്ട് മാറുന്നത്. അപ്പോൾ റോ മെറ്റീരിയൽസ് വേണം. ദെൻ ബിൽഡിംഗ്. ഫാക്ടറി എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ബിൽഡിംഗ് വേണം. അപ്പോൾ ഇതെല്ലാം ഇൻപുട്സാണ്. ഇൻപുട്സ് ഇതെല്ലാം ഉപയോഗിച്ചാണ് നമ്മൾ എന്തുണ്ടാകുന്നത്? പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ ഔട്ട്പുട്ടാക്കി മാറ്റുന്നത്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് ബൈ പ്രൊഡ്യൂസേഴ്സ് ഫോർ ഇൻക്രീസിങ് പ്രൊഡക്ഷൻ? നമുക്കറിയാം ഏതൊരു പ്രൊഡ്യൂസറുടെയും ഏറ്റവും വലിയ ഗോൾ, ഏറ്റവും വലിയ അയാളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക. എല്ലാവരും ഫാക്ടറികൾ തുടങ്ങുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷന് വേണ്ടി ആയിരിക്കാം. കാരണം അവർക്ക് ക്യാപിറ്റൽ വേണം അല്ലേ? ക്യാപിറ്റൽ അല്ലാതെ പണം ഉപയോഗിച്ച് വേണം നമുക്ക് ഫാക്ടറികൾ, പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ വലിയ രീതിയിലല്ല, എല്ലാവരും ചെറിയ രീതിയിലായിരിക്കും ഒരു പ്രൊഡക്ഷൻ തുടങ്ങുക. പക്ഷെ അവർക്കൊക്കെയുള്ള ആഗ്രഹം എന്താണ്? എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെ ആഗ്രഹം എന്താണ്? ഇൻക്രീസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക, എൻ്റെ ഔട്ട്പുട്ട് കൂട്ടുക. ഔട്ട്പുട്ട് കൂട്ടുമ്പോൾ എന്ത് കിട്ടും? കൂടുതൽ പ്രോഫിറ്റ് കിട്ടും അല്ലേ? ഔട്ട്പുട്ട് കൂടുതലാവുമ്പോൾ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ആവും. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സ് സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്? ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്സ് ക്യാൻ ബി ഇൻക്രീസ്ഡ് അല്ലേ? ഇൻപുട്ടിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക. ഇപ്പോൾ 10 പുസ്തകങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻപുട്ട് അല്ലല്ലോ 1000 പുസ്തകങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ ഏത് സാധനമാണെങ്കിലും, ഇപ്പോൾ കോട്ടൺ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ കോട്ടൻ്റെ ആ ഒരു റോ മെറ്റീരിയൽ, അതുപോലുള്ള ഇൻപുട്സ്, ലേബറേഴ്സിൻ്റെ എണ്ണം കൂട്ടുക, മെഷീൻ്റെ എണ്ണം കൂട്ടുക, ഫ്യൂവൽ കൂടുതൽ ഉപയോഗിച്ച്, കൂടുതൽ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഡക്ഷൻ്റെ അളവ് കൂട്ടാം. ഓക്കെ, രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്താണ്? ബെറ്റർ ടെക്നോളജി. റോ മെറ്റീരിയൽ ഒന്നും കൂട്ടുന്നില്ല, ലേബറേഴ്സിൻ്റെ എണ്ണം കൂട്ടുന്നില്ല, റോ മെറ്റീരിയലിൻ്റെ അളവ് കൂട്ടുന്നില്ല, ഒന്നും കൂട്ടുന്നില്ല. ബട്ട് ടെക്നോളജി ഇൻക്രീസ് ചെയ്യുന്നു. ബെറ്റർ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ലേബറിനെ കൂടുതൽ ചെയ്യാൻ പറ്റും. അവർ ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിക്കും. ടെക്നോളജി നമുക്കറിയാം സയൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ ഒരു പ്രൊഡ്യൂസറെ അയാൾ ഒരു ഓൾഡ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാൾ ഔട്ട്പുട്ട് കൂടുന്നത് എപ്പോഴാണ്? ഒരു ന്യൂ മോഡേൺ മെത്തേഡ് ഉപയോഗിക്കുന്നു, മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പണ്ട് കാലത്ത്
ഒരു എക്സാമ്പിൾ എടുത്താൽ നമുക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലേക്ക് പോകാം. പഴയ കാലത്തെ ഹാൻഡ്ലൂം ആയിരുന്നു, കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന തറികൾ ഉപയോഗിച്ചുള്ള പ്രൊഡക്ഷനായിരുന്നു. അങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു സാരി നിർമ്മിക്കാൻ കൈകൊണ്ട് നിർമ്മിക്കുമ്പോൾ എത്ര ദിവസങ്ങൾ വേണ്ടി വരും? ഒരു 6-7 ഡേയ്സ് വേണ്ടി വരും. ചില സിൽക്ക് സാരികളൊക്കെ ഉണ്ടാക്കാൻ 6 മന്ത് വരെ വേണ്ടി വരുമെന്നാണ് പറയുന്നത് കൈകൊണ്ട് നിർമ്മിക്കുമ്പോൾ. എന്നാൽ അതേ സാരികൾ തന്നെ അതേ നൂല് ഉപയോഗിച്ച് നമ്മൾ മെഷീനിൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പവർ ലൂം ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം 1 മണിക്കൂർ കൊണ്ട് 100 സാരികൾ വരെ പവർ ലൂമിൽ നെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഔട്ട്പുട്ട് കൂടും. അപ്പോൾ ടെക്നോളജി, ബെറ്റർ ടെക്നോളജി, അത് അടുത്ത മെത്തേഡാണ്. നെക്സ്റ്റ് തേർഡ് മെത്തേഡ് എന്താണ്? പ്രൊഡക്ടിവിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി ഇൻക്രീസ്ഡ്. ലേബറിൻ്റെ ആണെങ്കിലും മെഷീൻസിൻ്റെ ആണെങ്കിലും ഫ്യൂവലിൻ്റെ ആണെങ്കിലും ഒക്കെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക. അപ്പോൾ ലേബർ ആണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാൻ പറ്റും? അയാൾക്ക് ട്രെയിനിങ് കൊടുക്കുക. ട്രെയിനിങ് ഇല്ലാത്ത ഒരു ലേബർ ചെയ്യുന്ന പണിയും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ലേബർ ചെയ്യുന്ന പണിയും വ്യത്യാസമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എപ്പോഴാണ് ഔട്ട്പുട്ട് കൂടുന്നത്? ലേബറിന് ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ അയാളുടെ ക്വാളിറ്റി വർദ്ധിച്ചു, അയാളുടെ എഫിഷ്യൻസി, സ്കില്ല് വർദ്ധിച്ചു. അപ്പോൾ അയാൾക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ് മൂന്നാമത്തെ മെത്തേഡ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിനെ ഔട്ട്പുട്ട് കൂട്ടാനായിട്ട് അവരുടെ പ്രൊഡക്ഷൻ മെത്തേഡിൽ മാറ്റം വരുത്താം. അങ്ങനെയുള്ള 3 മെത്തേഡ്സ് ആണ് പറയുക. ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു ഇൻക്രീസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട്. ദെൻ ദേ ക്യാൻ ഇൻട്രൊഡ്യൂസ് ബെറ്റർ ടെക്നോളജി. അങ്ങനെയും ഔട്ട്പുട്ട് കൂട്ടാം. മൂന്നാമത്തെ എന്താണ്? ദേ ക്യാൻ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി. ദെൻ ദേ ക്യാൻ ഇൻക്രീസ് ദ ഔട്ട്പുട്ട്, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, ദെൻ വാട്ട് ഈസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ? അപ്പോൾ പ്രൊഡക്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സാണ് പ്രൊഡക്ഷൻ എന്ന് മനസ്സിലായി. വേറൊരു വേർഡ് നോക്കിക്കേ. വാട്ട് ഈസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ? എന്താണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ? പ്രൊഡക്ഷൻ ഫങ്ഷൻ ഈസ് ദ ടെക്നിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് ദ പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്സ് വിതിൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഇപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. അതെന്താണ്? സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം, അത് 1 മന്ത് ആകട്ടെ, 1 വീക്ക് ആകട്ടെ, 1 ഇയർ ആകട്ടെ, അല്ലെ 10 ഇയേഴ്സ് ആകട്ടെ, ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ ഒരു ഇൻപുട്ട് ഉപയോഗിച്ച് ഒരു ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ആ ഒരു പ്രൊഡക്ഷൻ ഫങ്ഷൻ്റെ ഒരു ടെക്നിക്കൽ റിലേഷൻഷിപ്പാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഫങ്ഷൻ ഈസ് ദ ടെക്നിക്കൽ റിലേഷൻഷിപ്പ് between inputs used in the production process and the produced output within a specific period of time. അപ്പോൾ പ്രൊഡക്ഷൻ പറയുന്ന പോലെ തന്നെ നമുക്കിവിടെയും ഇൻപുട്ടും ഔട്ട്പുട്ടുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ ഇൻപുട്ട് ഉപയോഗിച്ച് ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ആ ഒരു ഫങ്ഷൻ്റെ ഒരു ടെക്നിക്കൽ റിലേഷൻഷിപ്പാണ്. അപ്പോൾ പ്രൊഡക്ഷനും പ്രൊഡക്ഷൻ ഫങ്ഷനും തമ്മിൽ ഒരു ക്ലോസ് റിലേഷൻ ഉണ്ട്. പ്രൊഡക്ഷൻ തന്നെയാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ. അപ്പോൾ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അതിനെ കുറച്ചുകൂടി എന്താണ്, കുറച്ചുകൂടി അതിനെ ഡെക്കറേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി ഒരു ഡെക്കറേഷൻ കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. മറ്റേത് സിമ്പിളായിട്ട് പറഞ്ഞു, ഇത് കുറച്ചുകൂടി ഡെക്കറേഷൻ വെച്ച് പറഞ്ഞിരിക്കുന്നു, അത്രയും മാത്രമേ ഉള്ളൂ. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡെക്കറേഷൻ? പ്രൊഡക്ഷൻ ഫങ്ഷൻ ഈസ് ദ ടെക്നിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്തൊക്കെ തമ്മിൽ? ഇൻപുട്ടും ഔട്ട്പുട്ടും. അപ്പോൾ ഇൻപുട്ടിനും ഒരു ഡെക്കറേഷൻ കൊടുക്കണം, ഔട്ട്പുട്ടിനും ഡെക്കറേഷൻ കൊടുക്കണം. എന്താണ് ഇൻപുട്ടിന് കൊടുക്കുന്ന ഡെക്കറേഷൻ? യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ഇൻപുട്ട് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് വിതിൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. അതിന് ഒരു ഇക്വേഷൻ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? Q ഈക്വൽസ് FNLKO. Q is the function of NLKO. F എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ ഓഫ് NLKO. എന്നും എല്ലും കെയും എയോയും തമ്മിലുള്ള ഫങ്ഷനാണ് Q. അപ്പോൾ ഈ ഓരോ ടേമും എന്താണെന്ന് മനസ്സിലാക്കിക്കേ.
ക്യൂ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. ക്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ എന്തൊക്കെ തമ്മിലുള്ള ഫംഗ്ഷനാണ് ഈ ടോട്ടൽ ക്വാണ്ടിറ്റി? എൻ ലാൻഡും, എൽ ലേബറും, കെ ക്യാപിറ്റലും ഓർഗനൈസേഷനും. ലാൻഡും ലേബറും ക്യാപിറ്റലും ഓർഗനൈസേഷനും, ഇത് നാലും നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഏത് ഉറക്കത്തിലും നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കണം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അതായത് ഇൻപുട്ട്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഈ 4 കാര്യങ്ങളുടെ ഫങ്ഷൻ ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നു? ഔട്ട്പുട്ട് ഉണ്ടാകുന്നു. അപ്പോൾ ഇക്വേഷൻ അങ്ങനെ കൊടുക്കാം. Q ഈക്വൽസ് FNLKO. Q is total output, N equals land, L equals labor, K equals capital, O equals organization. അപ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ അതിൻ്റെ ഒരു ഫങ്ഷനാണ് ടോട്ടൽ ഔട്ട്പുട്ട്. ഓക്കെ, ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫിക്സ്ഡ് ഇൻപുട്സ് ആൻഡ് വേരിയബിൾ ഇൻപുട്സ്. ഇപ്പം നമ്മളിവിടെ പ്രൊഡക്ഷനിൽ 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻപുട്ട്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് ഇൻപുട്ടിനെ ഒന്ന് മനസ്സിലാക്കാം. ഇൻപുട്ട് നമ്മൾ കണ്ടു, ഇൻപുട്സിൻ്റെ ഒരു 7-8 എണ്ണം നമ്മൾ കണ്ടു. ഈ ഇൻപുട്ടിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം, ഫിക്സ്ഡ് ഇൻപുട്ടും വേരിയബിൾ ഇൻപുട്ടും. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സ്ഡ് ഇൻപുട്ട് ആൻഡ് വേരിയബിൾ ഇൻപുട്ട്? ഇൻപുട്സ് വിച്ച് cannot be changed in a short period of time are called fixed input. ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഒരു മാറ്റവും വരുത്താൻ സാധിക്കാത്ത ഇൻപുട്ടുകളാണ് ഫിക്സ്ഡ് ഇൻപുട്സ്. എക്സാമ്പിൾ ലാൻഡും ക്യാപിറ്റലും. പെട്ടെന്നൊന്നും ലാൻഡിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ പറ്റത്തില്ല, ആ സമയമെടുക്കും. മാറ്റം വരുത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ലെന്നല്ല, ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം തന്നിട്ട് ഈ ലാൻഡ് മാറി വേറൊരു ലാൻഡിലേക്ക് ഫാക്ടറി മാറ്റുക, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഒരു ഷോർട്ട് പീരീഡിൽ സംഭവിക്കത്തില്ല, അതിനൊക്കെ സമയമെടുക്കും. അപ്പോൾ അങ്ങനെ ഷോർട്ട് പീരീഡിൽ ഒരു ചേഞ്ചും വരുത്താൻ സാധിക്കാത്ത ഇൻപുട്ടുകളാണ് ഫിക്സ്ഡ് ഇൻപുട്സ്. ലാൻഡും ക്യാപിറ്റലും എക്സാമ്പിളായിട്ട് പറയാം. ഇൻപുട്സ് the quantity of which can be changed within a short period of time are called variable inputs. എന്നാൽ ഒരു ഷോർട്ട് പീരീഡിൽ അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് വേരിയബിൾ ഇൻപുട്സ്. ഒരു ഷോർട്ട് പീരീഡ് കൊടുത്താൽ മതി, അതായത് ഒരു ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചേഞ്ച് വരുത്താവുന്ന ഇൻപുട്ടുകളാണെങ്കിൽ അതിനെ വേരിയബിൾ ഇൻപുട്സ് എന്ന് പറയും. സോ വേരിയബിൾ ഇൻപുട്സ് ആർ ദോസ് ഇൻപുട്സ് വിച്ച് ക്യാൻ ചേഞ്ച് വിതിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. എക്സാമ്പിൾ ലേബർ. നമുക്കിപ്പോൾ 2 ജോലിക്കാരെ ഉള്ളായിരുന്നു, പെട്ടെന്ന് തന്നെ നമുക്കൊരു 2 പേരെ കൂടെ ജോബിന് എടുക്കാം അല്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. റോ മെറ്റീരിയൽ, നമ്മൾ 1000 കിലോ ഒരു റോ മെറ്റീരിയൽ മേടിച്ചു, അങ്ങനെയായിരുന്നു നമ്മൾ ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന റോ മെറ്റീരിയൽ. പക്ഷേ ആ റോ മെറ്റീരിയലിൽ 1000 കിലോ എന്നുള്ളത് നമുക്ക് 1500 കിലോ എന്ന് പെട്ടെന്ന് ആക്കത്തില്ലേ? ഓർഡർ കൊടുത്താൽ മതി, അവരൊരു ദിവസം കൊണ്ട് കൊണ്ടുപോയി ഇറക്കും. നമുക്ക് മണൽ വേണം, ഒരു റോ മെറ്റീരിയൽ മണലാണെന്ന് വിചാരിക്കുക. മണൽ 2 ലോഡ് നമ്മൾ ഇറക്കിയിട്ടു, നമുക്ക് 1 ലോഡും കൂടെ വേണം. നമുക്ക് തന്നെ ആദ്യ സമയം വേണോ? വേണ്ട. അത് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് പറഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ സാധനം കൊണ്ടിടും. അപ്പോൾ റോ മെറ്റീരിയലും ലേബറും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കൊണ്ട് നമുക്ക് ചേഞ്ച് ആക്കാം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കൊണ്ട് വലിയ ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റാത്തതാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയണം? ഫിക്സ്ഡ് ഇൻപുട്ട് എന്ന് പറയണം. So fixed inputs are those inputs which cannot be changed in a short period of time. Variable inputs are those inputs which can change within a short period of time. Okay. അടുത്തത്, complete the diagram by including the features of short run inputs. അപ്പോൾ ഈ ഷോർട്ട് റൺ ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഇൻപുട്സ്, ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് നമുക്ക് ചേഞ്ച് വരുത്താവുന്ന ഇൻപുട്ടുകളാണ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് എഴുതാം. ടെക്സ്റ്റിലെ ഒരു ആക്ടിവിറ്റിയാണ്, നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. വേരിയബിൾ ഇൻപുട്സിന് എക്സാമ്പിൾസ്: മെഷീൻ. നമുക്ക് ലാപ്ടോപ്പാണ് നമ്മുടെ മെഷീൻ എന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ, നമുക്ക് നമ്മുടെ ഫാക്ടറിയിൽ 3 ലാപ്ടോപ്പുകൾ ഉണ്ടായിരുന്നു. നമുക്ക് ഒരെണ്ണം കൂടെ മേടിക്കുകയല്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് വാങ്ങത്തില്ലേ? അതിനെത്ര സമയം എടുക്കും? ഒരു ദിവസം പോലും എടുക്കത്തില്ല. ലാപ്ടോപ്പുള്ള കട പോകുന്ന സമയം മതി അല്ലേ? അപ്പോൾ മെഷീൻസ് മാറ്റാം, ക്യാപിറ്റൽ മാറ്റാം, ഫ്യൂവൽ മാറ്റാം,
ലേബർ നമുക്ക് കൂടുതൽ എടുക്കാം, റോ മെറ്റീരിയൽസ് കൂടുതൽ ഇറക്കുമതി ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഷോർട്ട് റൺ ഇൻപുട്സ് ആണ്. ഷോർട്ട് റൺ. ഓക്കെ. ലാൻഡ് നമുക്കറിയാം ഒരു ലോങ് ടൈം എടുത്ത് മാറ്റാവുന്നതാണ്. അതൊരു ഫിക്സ്ഡ് ഇൻപുട്ടാണ് കേട്ടോ, ലാൻഡ്. അപ്പം പ്രൊഡക്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി, പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇൻപുട്ടും ഔട്ട്പുട്ടുമാണ് പ്രൊഡക്ഷൻ. ഇൻപുട്ട് 2 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു, ഫിക്സ്ഡ് ഇൻപുട്ടും ഉണ്ട്, വേരിയബിൾ ഇൻപുട്സും ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു പ്രോസസ്സിലേക്ക് പോകാം. നമുക്കറിയാം എക്കണോമിക്സിലെ 3 പ്രധാനപ്പെട്ട പ്രോസസ്സ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ. ഇപ്പം ഇനി നമ്മൾ പഠിക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസ് ആരെങ്കിലുമൊക്കെ കൺസ്യൂം ചെയ്യണമല്ലോ. കൺസ്യൂം ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഡെഡായിട്ട് അവിടെ കിടക്കത്തേ ഉള്ളൂ അല്ലേ? അപ്പോൾ കൺസംഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് എക്കണോമിക്സിൽ. എന്താണ് ഈ കൺസംഷൻ? വാട്ട് ഈസ് കൺസംഷൻ? ഹൂ ഈസ് എ കൺസ്യൂമർ? ഇതാണ് നമ്മുടെ 2 ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് കൺസംഷൻ? ഹൂ ഈസ് എ കൺസ്യൂമർ? കൺസ്യൂമർ ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഉള്ളൂ അല്ലേ? അതുകൊണ്ട് കൺസ്യൂമേഴ്സും കൺസംഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് കൺസംഷൻ? പീപ്പിൾ യൂസ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ത്രൂ പ്രൊഡക്ഷൻ പ്രോസസ് ടു മീറ്റ് ദെയർ നീഡ്സ്. അവരുടെ നീഡ്സ്, ഹ്യൂമൻ ബീങ്സ് ഹാവ് ലോട്ട് ഓഫ് നീഡ്സ്. സോ പീപ്പിൾ യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ത്രൂ പ്രൊഡക്ഷൻ പ്രോസസ് ടു മീറ്റ് ദെയർ നീഡ്സ്. അപ്പം നമുക്ക് നീഡ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ ഉണ്ടാക്കുന്ന ഗുഡ്സും സർവീസസും പീപ്പിള് ഉപയോഗിക്കുന്നു, അങ്ങനെ അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. സച്ച് ബൈയിങ് ആൻഡ് യൂസിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ഫുൾഫിൽ വൺസ് നീഡ്സ് ഈസ് കോൾഡ് കൺസംഷൻ. അപ്പോൾ എന്താണ് കൺസംഷൻ? ബൈയിങ് ആൻഡ് യൂസിങ് ഓഫ് ഗുഡ്സ്, സാധനം വാങ്ങി ഉപയോഗിക്കുന്നതിനാണ് കൺസംഷൻ എന്ന് പറയുക. ബൈയിങ് ആൻഡ് യൂസിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ഫുൾഫിൽ വൺസ് നീഡ്സ്. നമ്മുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ചെയ്ത് യൂസ് ചെയ്യുന്നു. അതിനെയാണ് കൺസംഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? എന്താണ് കൺസംഷൻ? സാധനം മേടിച്ച് ഉപയോഗിക്കുന്നു, അതാണ് കൺസംഷൻ. സോ പീപ്പിൾ, ഹ്യൂമൻ ബീയിങ്സ്, ദേ ബൈ ആൻഡ് യൂസ് പ്രോഡക്ട്സ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ സാറ്റിസ്ഫൈങ് ദെയർ നീഡ്സ് ഈസ് കോൾഡ് കൺസംഷൻ. ഓക്കെ. അപ്പോൾ നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സാണ്, നമ്മൾ കൺസംഷൻ നടത്തുന്നതാണ്. നിങ്ങളും ടീച്ചറും എല്ലാവരും മിസ് ഇഷ്ടംപോലെ കൺസംഷൻ നടത്തുന്നുണ്ട്, നിങ്ങളും ഇഷ്ടംപോലെ കൺസംഷൻ നടത്തുന്നുണ്ട്. നമ്മൾ ബൈ ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. എന്തൊക്കെയാണ്? ഗുഡ്സ് മാത്രമല്ല, സർവീസസും. നമ്മളൊരു ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോകുന്നു, അവിടെ നമ്മളൊന്നും മേടിക്കുന്നൊന്നുമില്ല അല്ലേ? പക്ഷേ അതൊരു സർവീസാണ്. അതും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ നീഡ്, നമ്മുടെ പല്ല് സുന്ദരമായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഡെൻറ്റിസ്റ്റിനെ കാണുന്നു. അപ്പോൾ അതൊരു സർവീസ് അല്ലേ? ആ സർവീസും നമ്മുടെ സാറ്റിസ്ഫൈ അവർ നീഡ്സ്. സോ സർവീസസിനെയും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ. ദെൻ ഹൂ ഈസ് എ കൺസ്യൂമർ? ഞാനും നിങ്ങളും ഒക്കെ കൺസ്യൂമറാണ്. അപ്പം നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം. ആരാണ് കൺസ്യൂമർ? എ കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ഹു ബൈസ് ആൻഡ് യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഐദർ ബൈ പേയിങ് ഇറ്റ്സ് പ്രൈസ് ഓർ ബൈ എഗ്രീയിങ് ടു പേ ഫോർ ഇറ്റ്. ഓക്കെ. അപ്പോൾ ഒരു കൺസ്യൂമർ ആരാണ്? എ കൺസ്യൂമർ ഈസ് എ പേഴ്സൺ, ഒരു മനുഷ്യനാണ് അല്ലേ? ഒരു പേഴ്സണാണ്. ഫീമെയിൽ, മെയിൽ, ചിൽഡ്രൻ, ഗേൾ, ബോയ്, ആരുമാകാം. എ കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ഹു ബൈ ആൻഡ് യൂസസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇനിയുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഐദർ ബൈ പേയിങ് ഇറ്റ്സ് പ്രൈസ്, നമ്മളതിൻ്റെ പ്രൈസ് കൊടുത്ത് വാങ്ങണം, എങ്കിലേ നമ്മൾ കൺസ്യൂമർ എന്നുള്ള ആ ഒരു പദവി നമുക്ക് കിട്ടത്തുള്ളൂ. വെറുതെ ഒരു സാധനം എടുത്തതുകൊണ്ട് നമ്മളെ കൺസ്യൂമർ എന്ന്, എക്കണോമിക്സിൽ നമ്മളെ കൺസ്യൂമർ എന്ന് പറയത്തില്ല. നമ്മളെ എക്കണോമിക്സിൽ കൺസ്യൂമർ എന്ന് പറയണമെങ്കിൽ വി ഹാവ് ടു പേ ഫോർ ദാറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ്. പേയിങ് ഇറ്റ്സ് പ്രൈസ്. ഇനി പേ ചെയ്യാൻ കയ്യിൽ അപ്പോൾ പണമില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താണ് ഓപ്ഷൻ എന്ന് നോക്കിക്കേ? ബൈ എഗ്രീയിങ് ടു പേ ഫോർ ഇറ്റ്. ഞാൻ തരാം, എഗ്രീയിങ് ടു പേ ഫോർ ഇറ്റ്. അപ്പോൾ ഫ്യൂച്ചറിൽ കൊടുക്കാമെന്ന് പറഞ്ഞാലും മതി. നമ്മൾ ആരായി മാറി? നമ്മൾ കൺസ്യൂമറായി മാറി. അപ്പോൾ ഒന്നും കൊടുക്കാതെ, കൊടുക്കാവുന്ന പ്രോമിസും ഇല്ലാതെ വെറുതെ ഒരു സാധനം ഉപയോഗിച്ചിട്ടോ സേവനം ഉപയോഗിച്ചിട്ടോ കാര്യമില്ല. നമ്മളെ കൺസ്യൂമർ എന്ന ഒരു പദവി നമുക്ക് കിട്ടണമെങ്കിൽ, അങ്ങനെ നമുക്ക് ആ ഒരു ലെവലിൽ നമ്മൾ എത്തണമെങ്കിൽ, കൺസ്യൂമർ ഈസ് എ പേഴ്സൺ
who buy and use goods and services either by paying its price or by agreeing to pay for it. Financial capacity of a consumer to buy goods and services is the main factor influencing consumption. അപ്പോൾ ഒരു കൺസ്യൂമർ അയാളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അതാണ് കൺസംഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പം മാർക്കറ്റിലേക്ക് നമുക്ക് പോകാം, നമ്മുടെ കയ്യിൽ പണമില്ല, കൊടുക്കാമെന്ന് പറയാനുള്ള ഒരു കെൽപ്പുമില്ലെങ്കിൽ നമ്മൾ പോയിട്ട് കാര്യമില്ല, അല്ലേ? അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി കൺസംഷനെ വളരെയേറെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു കൺസ്യൂമറിൻ്റെ കൺസംഷൻ ലെവൽ അതെന്താണെന്ന് നിശ്ചയിക്കുക? ഹിസ് ഫിനാൻഷ്യൽ കപ്പാസിറ്റി. കൂടുതൽ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കൺസംഷൻ കൂട്ടാം. ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഡിമിനിഷ് ചെയ്യുന്ന അനുസരിച്ച് കൺസംഷന് നമുക്ക് കുറയ്ക്കേണ്ടി വരും. സോ ദ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഓഫ് എ കൺസ്യൂമർ ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് ദ മെയിൻ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് കൺസംഷൻ. അപ്പോൾ കൺസംഷനും കൺസ്യൂമറും മാർക്കറ്റിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലേ? അതുകൊണ്ടാണ് നമ്മളത് പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ഒരു ആക്ടിവിറ്റി ചെയ്യാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസംഷൻ അതർ ദാൻ വൺസ് ഇൻകം. നമ്മൾ കണ്ടു കൺസംഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന അനേകം ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു കൺസ്യൂമർ എന്ത് വാങ്ങണം, ഏത് പ്രൈസിലുള്ളത് വാങ്ങണം, അയാൾ ഏത് രീതിയിൽ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രമാത്രം വാങ്ങണം, ഇതൊക്കെ അയാൾ തീരുമാനിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ബേസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അയാളുടെ ഇൻകം തന്നെയാണ്, അയാളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയാണ്. ഞാനിപ്പോൾ 1 കിലോ പഞ്ചസാര വാങ്ങണോ 10 kg വാങ്ങണോ എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ കയ്യിൽ എനിക്ക് 10 kgയുടെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിലും 1 kgക്കുള്ള പ്രൈസ് എൻ്റെ കയ്യിലുള്ളെങ്കിൽ ഞാൻ എങ്ങനെ 10 kg വാങ്ങും? അപ്പോൾ എൻ്റെ ഇൻകം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലേ? എന്നാൽ ഇൻകം മാത്രമല്ല, നമ്മൾ സാധനങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ മറ്റു ഫാക്ടേഴ്സും അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് 10 കിലോ അരി മേടിക്കാനുള്ള പണം എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ 10 കിലോ ഞാൻ വാങ്ങുന്നില്ല, 1 കിലോയെ വാങ്ങുന്നുള്ളൂ. കാരണം എന്താ? എൻ്റെ വീട്ടിൽ 1 കിലോ കഴിക്കാനുള്ള ആൾക്കാരേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ ആ ഒരു കാര്യം പണം ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ എല്ലാ കാര്യങ്ങളും കയറി മേടിക്കാറില്ല. നമ്മൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ടേ എത്ര ക്വാണ്ടിറ്റി വേണം, അല്ലെ ഏത് ലെവലിലുള്ളൂ വാങ്ങണം എന്നൊക്കെ തീരുമാനിക്കത്തുള്ളൂ. അപ്പോൾ ആ ഫാക്ടേഴ്സ് കൂടി നമുക്കൊന്ന് നോക്കാം. ടാക്സ് അടുത്ത ഒരു ഫാക്ടറാണ്. ടാക്സ് കൂടിയ സാധനങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കും. ഇപ്പം നമ്മൾ ഓർണമെൻറ്റ്സ് മേടിക്കാൻ സ്വർണ്ണക്കടയിൽ പോകുന്നത് വിചാരിക്കുക. അവിടെ ചെല്ലുമ്പോൾ ചില സാധാരണ രീതിയിലുള്ള ഓർണമെൻറ്റ്സിന് 3% ടാക്സ് കാണത്തുള്ളൂ, മറ്റ് ചിലതിന് 20% ടാക്സ് കാണും. കാരണം എന്താ? അതിൻ്റെ പണി ഒക്കെ അങ്ങനെയുള്ളതായിരിക്കും. അപ്പം നമ്മൾ ഏത് സെലക്ട് ചെയ്യും? ആ ടാക്സ് നോക്കിയിട്ട് നമ്മൾ 20% വേണ്ടെന്ന് വെക്കും, 3% നമ്മൾ വാങ്ങും. കാരണം എന്താ? ടാക്സ് കൂടുന്നതനുസരിച്ച് പ്രൈസ് കൂടും. അപ്പോൾ ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ കൺസംഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ടാക്സ് കുറയും തോറും കൺസംഷൻ ആ വസ്തുവിൻ്റെ കൂടും. ടാക്സ് ഒരു സാധനത്തിൻ്റെ കൂടും തോറും ആ സാധനം വാങ്ങത്തില്ല. ഇപ്പോൾ ഡ്രഗ്സൊക്കെ ടാക്സ് കൂടുതലാണ്. കാരണം എന്താ? ഗവൺമെൻറ് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഡ്രഗ്സിനൊക്കെ ടാക്സ് കൂട്ടിയിടും. കാരണം എന്താ? അത് നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്തിന് കുഴപ്പമുള്ളതായതുകൊണ്ട് ആളുകളുടെ കൺസംഷൻ കുറയ്ക്കാനാണ് അങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ടാക്സ്. അടുത്ത ഫാക്ടർ എന്താണ്? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമർ. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്, നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ചില സാധനങ്ങൾ നമ്മൾ കൂടുതൽ വാങ്ങും, ചില സാധനങ്ങൾ നമ്മൾ കുറച്ചേ വാങ്ങത്തുള്ളൂ. അതിനകത്ത് നമ്മുടെ ഒരു ടേസ്റ്റും നമ്മുടെ ഒരു പ്രിഫറൻസും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ അവെയർനെസ്. ഇപ്പം നാം പ്ലാസ്റ്റിക് വാങ്ങുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസോ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളോ അല്ലെങ്കിൽ മറ്റു യുട്ടൻസിൽസോ ഒന്നും ഞാൻ വാങ്ങുന്നില്ല. കാരണം എന്താണ്? പ്ലാസ്റ്റിക്കിനെ ഞാൻ എൻവയോൺമെൻറ്റിന് എതിരായതുകൊണ്ട് ഞാൻ അതിനെ ഒഴിവാക്കുന്നു. പകരം ഞാൻ മണ്ണുകൊണ്ടും സിറാമിക് കൊണ്ടും ഒക്കെയുള്ള സാധനങ്ങൾ വാങ്ങുന്നു. അതെന്തുകൊണ്ടാണ്? എൻ്റെ എൻവയോൺമെൻറ്റൽ അവെയർനെസ് ആണ് അതിനെ പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ എൻ്റെ കയ്യിലെ ഇൻകമോ എൻ്റെ ടാക്സോ ഒന്നും അതിനകത്ത് വരുന്നില്ല. എൻവയോൺമെൻറ്റൽ അവെയർനെസ്. ദെൻ ക്ലൈമറ്റ്. ചില രാജ്യങ്ങളിൽ നമുക്ക് ചില സാധനങ്ങൾ, ഇപ്പോൾ കോട്ടൺ വസ്ത്രങ്ങൾ നമ്മൾ ഇന്ത്യക്കാർ കൂടുതലും വാങ്ങും. എന്നാൽ കാനഡയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കോട്ടൺ അധികം വേണ്ട. കാരണം എന്താണ്? അവിടെ ക്ലൈമറ്റ് എപ്പോഴും തണുപ്പുള്ള ക്ലൈമറ്റാണ്. അപ്പോൾ അതിന് യോജിച്ച വസ്ത്രങ്ങളാണ് അവിടെ വാങ്ങുക. കോട്ടൺ അവർക്ക് വലിയ കാര്യമില്ല. പക്ഷേ ഇന്ത്യക്കാരായ നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ ക്ലൈമറ്റിന് കോട്ടണാണ്. അപ്പോൾ നമ്മൾ മനസ്സിലായല്ലോ, കോട്ടൺ കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യും, അവർ അത് ചെയ്യുന്നില്ല. അപ്പോൾ ക്ലൈമറ്റും ഒരു കൺസ്യൂമറിൻ്റെ കൺസംഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ കോൺഫിഡൻസ്. ഇപ്പം ചില സാധനങ്ങൾ നമുക്ക് ചിലപ്പോൾ, ഇപ്പം എനിക്കൊരു കാർ വാങ്ങണമെന്നുണ്ട്,
പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. എൻ്റെ ഇൻകം കൊണ്ട് ഞാനൊരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതിനകത്ത് ഫ്യൂവൽ നിറയ്ക്കാനും അതിൻ്റെ ഇൻഷുറൻസ് കൊടുക്കാനും ഒക്കെ എന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് എനിക്കൊരു ഭയപ്പാടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുകയില്ല, ഒരു കാറ് സ്വന്തമായിട്ട് വാങ്ങത്തില്ല. ഓക്കെ. എന്നാൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിലോ ഞാൻ ആ സാധനം വാങ്ങും. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവലും നമ്മുടെ കൺസംഷനെ ബാധിക്കുന്ന കാര്യമാണ്. ചിലർ വളരെ വില കൂടിയ സാധനങ്ങളൊക്കെ വാങ്ങുന്നവരുണ്ട്. എത്ര പണമൊക്കെ ഉണ്ടെങ്കിലും വില കൂടിയ സാധനങ്ങൾ അവർ വാങ്ങാത്തവരുമുണ്ട്. കാരണം എന്താ, ഈ വില കൂടിയ സാധനങ്ങൾ വാങ്ങി എൻ്റെ കയ്യിലെ പണം തീർന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് കുഴപ്പമാവോ എന്നൊക്കെ ഒരു കോൺഫിഡൻസ് ലെവലും അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കോൺഫിഡൻസ്. ദെൻ ക്രെഡിറ്റ് അവൈലബിലിറ്റി. നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഹോം അപ്ലയൻസസ് ഒക്കെ ചില ആളുകൾ കൂടുതൽ വാങ്ങും. എന്താണ്, അതിനൊക്കെ നമുക്ക് ലോൺ കിട്ടും. ഇപ്പോൾ കാറ് വാങ്ങാനും ഹോം അപ്ലയൻസസ്, ഇപ്പം ഫ്രിഡ്ജൊക്കെ വാങ്ങാനും ഒക്കെ ലോണുകൾ കൂടുതൽ കിട്ടുന്ന ഒരവസ്ഥയാണെങ്കിൽ ആളുകൾ കൂടുതൽ കൺസ്യൂം ചെയ്യും. ലോണൊന്നും അത്ര കിട്ടാത്ത ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലെങ്കിൽ വേണ്ടെന്ന് വെക്കും, കൺസംഷൻ കുറയും. അപ്പോൾ ക്രെഡിറ്റ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ക്രെഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ലോണാണ്, ലോൺ. അപ്പോൾ പണമൊക്കെ ലോണൊക്കെ ചിലപ്പം ചില പോളിസി അനുസരിച്ച് നമ്മുടെ ബാങ്കുകളും നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൂടുതൽ ലോണുകൾ ആളുകൾക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കൺസംഷനും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതും ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇൻകം മാത്രമല്ല നമ്മുടെ കൺസംഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ, മറ്റു ഫാക്ടേഴ്സും കൺസംഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ടേസ്റ്റ്, എൻവയോൺമെൻറ്റൽ അവയർനെസ്, ക്ലൈമറ്റ്, കോൺഫിഡൻസ്, ക്രെഡിറ്റ് അവൈലബിലിറ്റി, ടാക്സ്, ഓൾ ദീസ് ആർ ഇൻഫ്ലുവൻസ് ദ കൺസംഷൻ. അപ്പോൾ ഇനി നമുക്ക് മാർക്കറ്റിലേക്ക് കയറാം. മാർക്കറ്റിന് തൊട്ട് മുമ്പുള്ള ചില പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞു. പ്രൊഡക്ഷൻ പഠിച്ചു, പ്രൊഡക്ഷൻ ഫങ്ഷൻ പഠിച്ചു, നമ്മുടെ കൺസംഷൻ പഠിച്ചു, കൺസ്യൂമർ പഠിച്ചു. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മാർക്കറ്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ടീച്ചർ എത്തുന്നതായിരിക്കും. താങ്ക് യു.